നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലപ്പുറം വളാഞ്ചേരി അത്തിപ്പറ്റയിൽ ആൾതാമസമില്ലാത്ത വീട്ടിലെ വാട്ടർ ടാങ്കിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. വാട്ടർ ടാങ്കിൽ കണ്ടെത്തിയ മൃതദേഹം ആരുടേതാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അത്തിപ്പറ്റ സ്വദേശിനിയായ ഫാത്തിമയുടേതാണ് ഈ മൃതദേഹമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. മൃതദേഹം കണ്ടെത്തിയ വീടിന് സമീപത്തെ മറ്റൊരു വീട്ടിലെ ജോലിക്കാരിയാണ് ഈ മരിച്ച ഫാത്തിമ. അതായത് ജോലി ചെയ്തിരുന്ന വീടിൻ്റെ അയൽപക്കത്തുള്ള വീട്ടിലെ വാട്ടർ ടാങ്കിൽ നിന്നും ഇവരുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. മരണകാരണം സംബന്ധിച്ച് അവ്യക്തത തുടരുകയാണ്. എന്താണ് മരണത്തിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുകയാണ്. എന്താണ് ഫാത്തിമയ്ക്ക് സംഭവിച്ചത് എന്ന കാര്യങ്ങളൊക്കെ അന്വേഷണം പുരോഗമിക്കുകയാണ്. എങ്ങനെയാണ് ഈ മൃതദേഹം വാട്ടർ ടാങ്കിൽ എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. വീട്ടുകാർ വിദേശത്താണ്. അതുകൊണ്ട് തന്നെ മാസങ്ങളായി ഈ വീട് അടഞ്ഞു കിടക്കുകയായിരുന്നു. വീടിന് പിൻവശത്തെ വാട്ടർ ടാങ്കിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വീട്ടിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒഴിഞ്ഞ ടാങ്കിൽ ആമയെ വളർത്തുന്നുണ്ട്. ഇതിന് തീറ്റ കൊടുക്കാൻ വന്ന ജോലിക്കാരാണ് ഈ വാട്ടർ ടാങ്കിനുള്ളിൽ മൃതദേഹം കണ്ടത്. വളാഞ്ചേരി CI ബഷീർ ചിറക്കലിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. മൃതദേഹം കണ്ടെത്തിയ വാട്ടർ ടാങ്കിലെ വെള്ളം കൃഷി ആവശ്യത്തിനും ഉപയോഗിച്ചിരുന്നു. ടാങ്കിൽ ആമകളെയും വളർത്തുന്നുണ്ട്. ഈ വീടിൻ്റെ ഉടമസ്ഥനും കുടുംബവും വർഷങ്ങളായി വിദേശത്താണ്. അതുകൊണ്ട് തന്നെ ഈ ആളൊഴിഞ്ഞ ഒരു വീട്ടിൽ ഒരു വാട്ടർ ടാങ്കിൽ ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഒരുപാട് സംശയങ്ങൾക്ക് നയിക്കുന്നുണ്ട്. ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെയും ചോദ്യം ചെയ്യും. രാവിലെ 10 മണിയോടെയാണ് ഫാത്തിമ ഇറങ്ങിയത്. എന്തായാലും ഫാത്തിമയുടെ മരണകാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാലേ വ്യക്തമാകുകയുള്ളൂ. മൃതദേഹം കണ്ടെത്തിയ വീട്ടിൽ നിന്നും 100 മീറ്റർ മാത്രം അകലെയാണ് ഫാത്തിമ ജോലി ചെയ്യുന്ന വീട്. സംഭവം ആത്മഹത്യയാണോ എന്ന സംശയവും ശക്തമാണ്. ആ നിലയിലും അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ എന്താണ് മരണത്തിലേക്ക് നയിച്ചത്, മരണകാരണം ഉൾപ്പെടെ വ്യക്തമാവുകയുള്ളൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അസ്വാഭാവികത എന്തെങ്കിലും ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിരിക്കുന്നത്. എന്താണ് ഫാത്തിമയ്ക്ക് സംഭവിച്ചത്, എങ്ങനെയാണ് ഈ മൃതദേഹം വാട്ടർ ടാങ്കിൽ എത്തിയത്, എങ്ങനെയാണ് അവർ മരിച്ചത്, ആത്മഹത്യയാണോ കൊലപാതകമാണോ, സംശയങ്ങൾ ഒരുപാടുണ്ട്. എല്ലാ സംശയങ്ങൾക്കും ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കൂടുതൽ അന്വേഷണത്തിലേക്ക്, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അന്വേഷണം എന്തായാലും ശക്തമാക്കിയിട്ടുണ്ട്. വളരെ ദുരൂഹമായ, കേൾക്കുമ്പോഴൊക്കെ ഭയം തോന്നുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ ഭീകരമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ജോലി ചെയ്യുന്ന വീടിൻ്റെ 100 മീറ്റർ അകലെയുള്ള ഒരു വീട്ടിൻ്റെ അടുത്ത് വാട്ടർ ടാങ്കിൽ നിന്നും ആ ജോലിക്കാരുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു നാടിനെ ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ്. അതേസമയം നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം. കർണാടകയിലെ ഹുബ്ബള്ളിയിൽ 5 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി. ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതിയെ ഏറ്റുമുട്ടലിൽ വധിച്ചതായി പോലീസ്. ഞായറാഴ്ച അശോക് നഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു സംഭവം. ബീഹാർ സ്വദേശിയായ നിതേഷ് കുമാറാണ് കൊല്ലപ്പെട്ടത്. ഞായറാഴ്ച വൈകുന്നേരമാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രദേശത്ത് കടുത്ത പ്രതിഷേധം നടന്നിരുന്നു. അതിനിടെയാണ് പ്രതി കൊല്ലപ്പെട്ടത്. പോലീസ് പിടിയിലായതിന് പിന്നാലെ ഇയാൾ പോലീസുകാരെ ആക്രമിച്ചു. ആക്രമണത്തിൽ ഒരു പോലീസുകാരന് പരിക്കേറ്റു. മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഇയാൾ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് വെടിയുതിർത്തു. ഈ പ്രതി ബീഹാറിലെ പട്നയിൽ നിന്നുള്ളയാളാണ്. പ്രതിയുടെ താമസ സ്ഥലത്ത് തിരിച്ചറിയലിനായി കൊണ്ടുപോകുന്നതിനിടെയായിരുന്നു പ്രതി പെട്ടെന്ന് പോലീസുകാരെ ആക്രമിച്ചത്. ഇതിനിടയിൽ പോലീസുമായി ഏറ്റുമുട്ടലുണ്ടാകുന്നു. പോലീസ് വെടിയുതിർക്കുന്നു. കൊപ്പൽ ജില്ലയിൽ നിന്നുള്ളവരാണ് കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബം. കുട്ടിയുടെ അമ്മ വീട്ടുജോലി ചെയ്യുന്ന ആളായിരുന്നു. ജോലിക്ക് പോകുമ്പോൾ മകളെയും അമ്മ കൂടെ കൊണ്ടുപോകും. ഞായറാഴ്ച ജോലി സ്ഥലത്ത് നിന്നാണ് കുട്ടിയെ കാണാതായത്. തുടർന്ന് കുട്ടിക്ക് വേണ്ടി തിരച്ചിൽ നടത്തി. ഇതിനിടെ തൊട്ടടുത്തുള്ള കെട്ടിടത്തിലെ കുളിമുറിയുടെ ഷീറ്റിനടിയിലായി കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ അപ്പോഴേക്കും കുട്ടി മരിച്ചിരുന്നു. സംഭവത്തിന് പിന്നാലെ പ്രദേശത്തെ CCTV അടക്കം പോലീസ് പരിശോധിച്ചു. ആ പരിശോധനയിലാണ് പ്രതി കുടുങ്ങുന്നത്. കുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടന്നു എന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. വൈദ്യപരിശോധനയും മറ്റും നടന്നു വരുന്നതിനിടെയാണ് പ്രതിയെ ഏറ്റുമുട്ടലിൽ പോലീസ് വധിച്ചത്. കർണാടകയിലെ അശോക് നഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടന്നത്. ഷീറ്റ് മേഞ്ഞ ഒരു കെട്ടിടത്തിൽ നിന്നായിരുന്നു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ലൈംഗിക അതിക്രമം നടന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല.
തെളിയിക്കാൻ ഇനിയും കടമ്പകളുണ്ട്. എന്തായാലും അതിക്രൂരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. വൈദ്യ പരിശോധന മാത്രമല്ല മറ്റു അന്വേഷണമൊക്കെ നടക്കുകയാണ്. ഈ സംഭവത്തിൽ വലിയ രീതിയിലുള്ള ഒരു ജനപ്രതിഷേധമാണ് ഉയർന്നത്. സംഭവത്തിൽ പ്രതിഷേധവുമായി എത്തിയ പ്രദേശവാസികളിൽ വലിയൊരു വിഭാഗം അശോക് നഗർ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പെൺകുട്ടിയുടെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ പരാതിയിന്മേൽ അന്വേഷണം നടക്കുകയായിരുന്നെന്നും ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഹുബ്ബള്ളി ധാർവാഡ് പോലീസ് കമ്മീഷണർ എൻ ശശികുമാർ വ്യക്തമാക്കി. പോലീസ് വാഹനത്തിനും ഇയാൾ കേടുപാടുകൾ വരുത്തിയിരുന്നു. തുടർന്ന് പ്രതിക്ക് നേരെ 2 റൗണ്ട് വെടിയുതിർക്കുകയായിരുന്നു. ഈ പോലീസ് വെടിവെച്ച ഉടൻ തന്നെ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ അപ്പോഴേക്കും മരിച്ചിരുന്നു. കൊപ്പൽ ജില്ലയിൽ നിന്നുള്ളവരാണ് കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബം. മാതാവ് വീട്ടുജോലിക്കാരിയും പിതാവ് പെയിന്ററുമാണ്. അതിക്രൂരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കുറ്റകൃത്യങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഓരോ ദിവസവും ഓരോ കുറ്റകൃത്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം. ലൈംഗിക പീഡന കേസിൽ പ്രതിയായ കേരള ഹൈക്കോടതിയിലെ മുൻ ഗവൺമെന്റ് പ്ലീഡർ PG മനു മരിച്ച നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ ദിവസം കൊല്ലം ആനന്ദവല്ലീശ്വരത്തെ വാടക വീട്ടിലാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. ഡോക്ടർ വന്ദന കേസിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരാകാനാണ് ഈ വക്കീൽ കൊല്ലത്തെത്തിയത്. എറണാകുളം പിറവം സ്വദേശിയാണ്. ഇദ്ദേഹം NIA അഭിഭാഷകൻ കൂടിയായിരുന്നു. നിയമസഹായം തേടിയെത്തിയ യുവതിയെ പീഡിപ്പിച്ചെന്നാണ് മുൻ സീനിയർ ഗവൺമെന്റ് പ്ലീഡർക്കെതിരായ കേസ്. 2018 നടന്ന കേസുമായി ബന്ധപ്പെട്ട് 2023 ഒക്ടോബറിലാണ് പരാതിക്കാരി അഭിഭാഷകനെ കാണാനെത്തിയത്. പിന്നീട് പലപ്പോഴും യുവതിയെ ഭീഷണിപ്പെടുത്തി കടവന്ത്രയിലെ ഓഫീസിലും പരാതിക്കാരിയുടെ വീട്ടിൽ വച്ചും പീഡിപ്പിച്ചതായാണ് പരാതി. അനുവാദമില്ലാതെ പരാതിക്കാരിയുടെ സ്വകാര്യ ചിത്രം എടുത്തതിനും ഫോണിലേക്ക് അശ്ലീല സന്ദേശം അയച്ചതിനും IT ആക്ട് അടക്കം ചുമത്തിയാണ് അഭിഭാഷകനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ മനു മറ്റൊരു യുവതിയെ പീഡിപ്പിച്ചതായും പരാതി ഉയർന്നു. ഇതോടെ ഇയാൾ കുടുംബത്തോടൊപ്പം യുവതിയുടെ വീട്ടിലെത്തി മാപ്പ് പറഞ്ഞിരുന്നു. ഇതിൻ്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. എന്നാൽ പരാതിക്കാരി ആരോപിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെന്നും തൊഴിൽ രംഗത്തെ എതിരാളികളുടെ കരുതിക്കൂട്ടിയുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് കേസെന്നുമായിരുന്നു അഡ്വക്കേറ്റ് മനുവിൻ്റെ വാദം. റൂറൽ SP-ക്ക് കിട്ടിയ പരാതിയിലാണ് മനുവിനെതിരെ കേസെടുത്തത്. കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് മനു ഹൈക്കോടതി സീനിയർ ഗവൺമെന്റ് പ്ലീഡർ സ്ഥാനം രാജിവെച്ചിരുന്നു. തുടർന്ന് പോലീസിൽ കീഴടങ്ങി. പുത്തൻകുരിശ് DYSP ഓഫീസിലെത്തിയാണ് കീഴടങ്ങിയത്. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളിയതിന് പിന്നാലെയായിരുന്നു കീഴടങ്ങിയത്. കേസിൽ ജാമ്യത്തിലിറങ്ങിയ മനുവിനെയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.